ഡ്രൈവിംഗ് കംഫർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോളം സ്പേസിങ് വർദ്ധിപ്പിക്കാനായിട്ട് പില്ലേഴ്സിനിടയിലുള്ള സ്പേസ് വർദ്ധിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് ഡ്രൈ ഡൗൺ ചെയ്യുന്നതിന് സ്ത്രീകൾക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ബേസ്മെൻറ്റ് ഫ്ലോറിൽ മാത്രം കാർ പാർക്കിംഗ് കൊടുക്കാതെ ഗ്രൗണ്ട് ലെവലും ഫസ്റ്റ് ഫ്ലോർ ലെവലിലും റാമ്പ് അപ്പ് ചെയ്യുന്നതിനുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഇപ്പോൾ ഞങ്ങളുടെ ഈ പുതിയ പ്രോജക്റ്റുകളിൽ, പഴയ പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള പുതിയ പ്രോജക്റ്റുകളിൽ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സെഗ്രഗേറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻ മെക്കാനിസം ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതായത് വളരെ സോൾഡ് ആയിട്ടുള്ള ഖരമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പ്ലാന്റുകളുണ്ടാവും. അവിടെ അത് മാനുവറായിട്ട് മാറ്റം ചെയ്യപ്പെടും. ബാത്റൂമുകളിൽ നിന്നുള്ള മാലിന്യം സ്ലഡ്ജും എല്ലാം ചെയ്യുന്നതിനുള്ള സ്വേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഫങ്ഷണലായിരിക്കും. അതേപോലെ വെള്ളത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും വളരെ സൂക്ഷ്മമായിട്ടുള്ള ഉപയോഗം ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോർപ്പറേഷൻ വാട്ടർ കണക്ഷനും ഒരു ബോർവെൽ കണക്ഷനും കൊടുത്ത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് പകരം യഥാർത്ഥത്തിൽ അവിടെ വരുന്ന സപ്ലൈഡ് വാട്ടർ കിച്ചണിലേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പാർട്ടായിട്ട് തന്നെ ഇൻഹൗസായിട്ട് വീടിനകത്തുള്ള വാട്ടർ ഫിൽറ്റർ ഞങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കാം. കിച്ചണിലെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം യു ക്യാൻ ഡ്രിങ്ക്. കാരണം അത് വരുന്നത് ഒരു വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റത്തിൽ കൂടെ ആയിരിക്കും. പുതിയ പ്രോജക്റ്റുകളിൽ, പഴയ പ്രോജക്റ്റുകളിലല്ല, പുതിയ പ്രോജക്റ്റുകൾ ഞങ്ങളിപ്പോൾ അത് അതെ, അതായത് നമുക്ക് യു ക്യാൻ ഡ്രിങ്ക് ഡയറക്ട്ലി ഫ്രം ദ ടാപ്പ്. കിച്ചണിലെ ഒരു ടാപ്പിൽ നിന്നുള്ള വെള്ളം യു ക്യാൻ ഡ്രിങ്ക്. Emotional connect മാറ്റി നിർത്തി, in terms of business, what do you think is the prospect of growth in Kerala for apartments, or vertical growth as we call it? നമ്മൾ എത്രമാത്രം റെസ്പോൺസിബിൾ ആയാലും ഇതെല്ലാം താമസിക്കുന്ന ഉപയോഗിക്കുന്ന എല്ലാം മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഈ ഇമോഷണൽ കണക്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ലൈഫ് ശരിക്കും പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞില്ലേ ഈ വീടുകളുടെയും അഡ്രസ്സും ഒക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നല്ല ബ്രാൻഡുകൾ യഥാർത്ഥത്തിൽ വിൽക്കുന്നത് അഡ്രസ്സ് തന്നെയാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് ഒരു ഇമോഷണൽ ഫീൽ തന്നെയാണ്. കാരണം പണ്ട് പറയും ഇന്ന വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ ഇന്ന തറവാട്ടിലെ കുട്ടി എന്ന് പറയുന്ന പോലെ തന്നെ നാളെ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലം നിങ്ങളുടെ ബ്രാൻഡ് അഡ്രസ്സായിട്ട് മാറുകയാണ്. അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ അസറ്റ് ഹോംസിൻ്റെ ഇന്ന ഫ്ലാറ്റായെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് അസറ്റ് ഹോംസ് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അപ്പോൾ ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കരിക്കാൻ ശ്രമത്തിനകത്ത് ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്. ആ ഇമോഷണൽ കണക്റ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ മറ്റ് ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അസറ്റ് ഹോംസിനെ ചൂസ് ചെയ്യാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന വസ്തുതയും. അപ്പോൾ അത് നമ്മളുടെ ഒരു ബിസിനസ് പ്രോസ്പെക്റ്റ് തന്നെയാണ്. കാരണം ബ്രാൻഡ് എങ്ങനെ ബിസിനസ്സിനെ സഹായിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും വളരെ സ്ഥല ലഭ്യത കുറവുള്ളതും അതിൽ ലഭ്യമായ സ്ഥലത്ത് തന്നെ കൺസ്ട്രക്റ്റബിൾ അല്ലാത്തതുമായിട്ടുള്ള സ്ഥലമാണ്. കാരണം കൂടുതൽ ലോ ലയിങ് ഏരിയാസും അല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ലാത്ത സ്ഥലങ്ങളും കൂടുതലുള്ള സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭംഗിയും കേരളത്തിൻ്റെ ബ്യൂട്ടിയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു ഗ്രാമീണതയെല്ലാം വളരെയധികം മോശമായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള നിയമമാണ്. കാരണം നമ്മുടെ 60% വരെ കവറേജ് അലോ ചെയ്യുന്നൊരു സമൂഹമാണ്. അങ്ങനെ കവറേജ് അലോ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അത് 60 സെൻറ്റ് വരെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് തരാണ്. വേറെ അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അതൊരു 15% അല്ലെങ്കിൽ 20% ഒക്കെയും വെർട്ടിക്കലായിട്ട് ഗ്രോ ചെയ്യാൻ പറയുകയും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ യു ഗെറ്റ് മോർ ഓപ്പൺ സ്പേസ്. കൂടുതൽ ഗ്രീനറിയും കൂടുതൽ ഓപ്പൺ സ്പേസും കൂടുതൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ തമ്മിലുള്ള അകലവും എല്ലാം വളരെ വ്യത്യാസം വരും. അപ്പോൾ അത്തരം ഒരു വെർട്ടിക്കൽ ഗ്രോത്താണ് യഥാർത്ഥത്തിൽ ലാൻഡ് അവൈലബിലിറ്റി കുറവുള്ള സ്ഥലം എന്നുള്ളതായിരിക്കും കേരളത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ FAR അനുവദിക്കുകയും കൂടുതൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളം കൂടുതൽ ഹരിതാഭമായിരിക്കും, കൂടുതൽ ഓപ്പൺ സ്പേസുള്ള സ്ഥലമായിട്ട് മാറുകയും ചെയ്യും. അത് കുറേ നാളുകൾക്ക് ശേഷം നമ്മളിതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കേരളം നിറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ എത്രയും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ അങ്ങനത്തെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും. ഒരു വെർട്ടിക്കൽ സിറ്റിയായിട്ട് കേരളം ഗ്രോ ചെയ്യും. കേരളം ആസ് എ ഹോൾ ഒരു സിറ്റി ആവാൻ പറ്റിയ ഒരു ക്യാരക്ടറുള്ള സ്റ്റേറ്റാണ്. കാരണം പ്രൊവൈഡഡ് യു ഹാവ് ബെറ്റർ കണക്ടിവിറ്റി ആൻഡ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ. അത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല കണക്ടിവിറ്റിയും വരികയാണെങ്കിൽ കേരളം യഥാർത്ഥത്തിൽ ഒറ്റ നഗരമായിട്ട് വളരാം. ഗവൺമെൻറ് ഇപ്പോൾ ഒത്തിരി
ഓൺടർപ്രണേഴ്സിന് വേണ്ടി ഒത്തിരി ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്, ലൈക്ക് എമർജിംഗ് കേരള, which is young entrepreneur summits and a lot of other initiatives. What is your take on such initiatives? വളരെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണല്ലോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഈ ഓണ്ടർപ്രണർ രംഗത്തേക്ക് വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പല കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റിയ ആളുകളോ അല്ലെങ്കിൽ പറഞ്ഞുതരാനുള്ള മനസ്ഥിതിയോ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളെല്ലാവരും ഓണ്ടർപ്രണർഷിപ്പ് രംഗത്തേക്ക് തിരിച്ച് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇറ്റ്സ് വെരി ട്രാൻസ്പെറൻറ്റ്. മേ ബി IT ഒരു കുതിച്ചുകാട്ടം കൊണ്ടോ നമുക്ക് ഇന്ന് വിജ്ഞാനം വിരൽത്തുമ്പിലാണ്. എന്ത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. 1991 95 എല്ലാം നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. എന്താണ് പുതിയ റൂൾസ് ഉള്ളത് നമുക്കറിയില്ല. ഇന്ന് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചേഞ്ചും അതാത് സെക്കൻഡ് നമ്മളെ അറിയിക്കുന്നതിന് അല്ലെങ്കിൽ അതാത് സെക്കൻഡ് നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള സിസ്റ്റംസ് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റില്ല. ഒപ്പം നിങ്ങൾക്ക് ഇത്തരം അവന്യൂസ് കിട്ടുന്നു. യു വിൽ ബി ട്രെയിൻഡ് മോർ. അതുമാത്രമല്ല ഇത്തരം ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനുള്ള മുൻനിരയിലുള്ള ആളുകളുടെ അവൈലബിലിറ്റി ഉണ്ടാകുന്നു. നേരത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാറി വരുന്ന ഒരു സാഹചര്യം കേരളത്തെ എനിക്ക് തോന്നുന്നു ഒരു തൊഴിൽദാതാക്കളുടെ സംസ്ഥാനമായിട്ട് മാറ്റാം. തൊഴിൽരഹിതരിൽ നിന്ന് മാറിയിട്ട് തൊഴിൽദാതാക്കളുടെ ഒരു സമൂഹമായിട്ട് കേരളം മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് പൊതുജനത്തിൻ്റെ ഭാഗത്തുകൂടി ഓണ്ടർപ്രണേഴ്സിന് ലഭിക്കണം. കാരണം ഇന്ന് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ജോലിയിൽ എനിക്ക് തോന്നുന്നു വളരെയധികം ഉദ്യോഗം ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. അതുപോലെ അടുത്ത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന വീടുകളെ പറ്റിയാണ്, സ്വപ്നങ്ങളെ പറ്റിയാണ്, ബന്ധങ്ങളെ പറ്റിയാണ്. എനിക്കറിയില്ല എസറ്റ് ഹോംസിന് മുന്നേ കമേഴ്ഷ്യലി പുറത്ത് വന്നിട്ടുണ്ടോയെന്ന്. പക്ഷേ ഇപ്പം യു കമ്മിങ് അപ്പ് വിത്ത് സ്ട്രീറ്റ് മോൾ ഇൻ എടപ്പള്ളി, കമേഴ്ഷ്യലായിട്ട് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ടെൽ us about that. അസറ്റ് ഹോംസ് എപ്പോഴും പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതായത് നമ്മളൊരു വ്യത്യസ്തമുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ക്ലോസ് റിലേഷൻ ഗ്രൂപ്പ് ഹോംസ് ഉണ്ടാക്കി. അസറ്റ് ഹോംസാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ അപ്പാർട്ട്മെൻറ്റുകൾ കൊണ്ടുവന്നത്. ഞങ്ങൾ നിർമ്മിച്ച ഡിജിറ്റൽ അപ്പാർട്ട്മെൻറ്റുകൾക്കാണ് മോസ്റ്റ് ഇന്നോവേറ്റീവ് പ്രൊജക്റ്റ് അവാർഡ് 2010 ക്രെഡയുടെ നാഷണൽ അവാർഡ് ലഭിച്ചത്. അതേപോലെ തന്നെ സോഹോ എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് കേരളത്തിലെ സ്മോൾ ഓഫീസ് ഹോം ഓഫീസ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന അസറ്റ് ഹോംസാണ്. അപ്പോൾ അതേപോലെ ഒരു കമേഴ്ഷ്യൽ സ്പേസ്, വലിയ കമേഴ്ഷ്യൽ സ്പേസ് ഒന്നുമല്ല, വളരെ ഒരു ഹ്യൂജ് മാളൊന്നുമല്ല. അത് ഒരു കമേഴ്ഷ്യൽ സ്പേസ് ചെയ്യുമ്പോൾ അതെങ്ങനെ മറ്റുള്ള കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, ഒരുപാട് കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ കേരളത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു 50,000 സ്ക്വയർ ഫീറ്റ് 75,000 സ്ക്വയർ ഫീറ്റിനൊക്കെയുള്ള കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ കേരളത്തിനകത്ത് ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളുണ്ടാവും. പക്ഷേ ആ കൂട്ടത്തിൽ എങ്ങനെ വ്യത്യസ്തരാകാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പലരും ഇപ്പോൾ അസറ്റ് ഹോംസിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ സ്ട്രീറ്റ് മാൾ കൺസെപ്റ്റ് എന്നുള്ളത്. സ്ട്രീറ്റ് മാൾ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ പണ്ട് വഴിയോരങ്ങളിലൂടെ നടന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. അതായത് വലിയ റോഡും ചെറിയ കടകളും. അപ്പോൾ ഞങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാണ് എടപ്പള്ളിയിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്. ബ്രോഡ്വേയിലോട്ട് പോകും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ചാലയിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് റോഡിന് പകരം മുകളിലോട്ട്. അതെ, റോഡിന് പകരം മുകളിലേക്ക്. അപ്പോൾ അകത്തുള്ള പാസേജുകൾ സാധാരണ മാളുകളിലൊക്കെ ഉള്ളതിന് പകരം ഒരു 10 അടിയുള്ള പാസേജിന് പകരം 20 അടി വീതിയുള്ള പാസേജ് കൊടുക്കുക. ഷോപ്പുകളെല്ലാം ചെറിയ 10 ഫീറ്റ് ബൈ 10 ഫീറ്റിൻ്റെ സ്റ്റോളുകൾ പോലെ കൊടുക്കുക. ഒരു എക്സിബിഷൻ സ്റ്റോളിലൂടെ പോകുന്ന പോലത്തെ ഒരു പ്രതീതി ഉണ്ടാക്കുക. മാക്സിമം നമ്പർ ഓഫ് വെൻഡേഴ്സിന് അവിടെ ചെയ്യാൻ പറ്റും. ഷോപ്പിങ്ങിന് വരുന്നവർക്ക് മാക്സിമം ഓപ്ഷൻസ്. ഇതൊരു എക്സിബിഷൻ സ്റ്റോൾ പോലുള്ളൊരു ഷോപ്പായിരിക്കും. ഒരു കൺവീനിയൻസ് സ്റ്റോറുകൾക്ക് ഞങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കുന്നുള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ വലിയ ബ്രാൻഡുകൾക്കൊന്നും തന്നെ നമ്മൾ ബ്രാൻഡുകളെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന അവിടെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ, മേ ബി നല്ല മിൽക്ക് കൗണ്ടർ ഉണ്ടായിരിക്കുക, എഗ്ഗോ ബ്രെഡോ കിട്ടുന്ന ഷോപ്സ് ഉണ്ടായിരിക്കുക, ഫ്ലവേഴ്സ് കിട്ടുന്ന ഷോപ്പ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫാൻസി സ്റ്റോഴ്സ് ഉണ്ടാകും. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പെട്ടെന്ന് കൊടുക്കാനായിട്ട് മേടിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരിക്കുക. മേ ബി നോട്ട്ബുക്സും പേപ്പറും പെൻസിലും ഒക്കെ മേടിക്കാൻ സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടായിരിക്കുക, ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ അതിനകത്ത്, അത്തരം ഷോപ്സാണ് ഇത് വരാൻ പോകുന്നത്. ഒപ്പം ഒരു പുതിയ കോൺസെപ്റ്റോടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലോർ വിൽ ബി ഡെഡിക്കേറ്റഡ് ഫോർ ATMs. എല്ലാ ബാങ്കുകളുടെ ATM ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫ്ലോർ. അപ്പോൾ ദർ വിൽ ബി എ കോമൺ സെക്യൂരിറ്റി, കോമൺ സർവൈലൻസ് സിസ്റ്റം. 24 hours it will work. That particular floor will work 24 hours. അപ്പോൾ എടപ്പള്ളിയാണ് സ്ഥലം. എനി ടൈം എനിബഡി ഫ്രം എനി പ്ലേസ് അവിടെ വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ ടു ദ ബൈപ്പാസിലാണ് ATM ഫ്ലോർ ആൻഡ് ദേ ക്യാൻ ടേക്ക് മണി. അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് നോവൽ കൺസെപ്റ്റുള്ള ചെറിയ ബിൽഡിംഗ്, അതൊരു വലിയ പ്രോജക്റ്റൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും അതിന് ചെയ്യുന്ന കാര്യങ്ങളൊരു വ്യത്യസ്തം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മളത് ചെയ്യുന്നത് മാത്രം. അപ്പോൾ അത്രയൊരു വ്യത്യസ്തത അതിനകത്തുണ്ടാവും.
നമ്മളിപ്പം ഓൺട്രപ്രണേഴ്സിനെ പറ്റി പറയായിരുന്നു, എല്ലാവർക്കും ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹമാണ്, എല്ലാവർക്കും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമാണ്. അപ്പം ഞങ്ങൾ അതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പം ജെന്റിൽമാൻ ടോൾ മീ സെൽഫ് എംപ്ലോയ്മെൻറ്റും ഓൺട്രപ്രണർഷിപ്പ് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതായത് ട്യൂഷൻ എടുക്കുന്ന ആൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റെ താഴെയാണ് വരുന്നത്. അതേസമയം ഒരു പാരലൽ കോളേജ് അല്ലെങ്കിൽ ഒരു കോളേജ് നടത്തുന്ന ആൾ വരുന്നത് ഓൺട്രപ്രണർ ആയിട്ടാണ്. അപ്പം പലരും ആ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഓൺട്രപ്രണർഷിപ്പിലോട്ട് വരുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ആസ് എ പേഴ്സൺ ഹു മെയ്ഡ് ഇറ്റ് ആൻഡ് മെയ്ഡ് എ മാർക്ക് വെർ എവർ യു സ്റ്റാർട്ടഡ് ഇറ്റ്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ളൊരു പാഠം എന്താണ് ഉള്ളത്? അല്ല, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റും ഓൺട്രപ്രണറും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓൺട്രപ്രണർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതിന് മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾക്കൊരു ഓൺട്രപ്രണർ ആവാനായിട്ട്, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് സാധിക്കുന്ന ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. കാരണം കഠിനാധ്വാനം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന മൂലധനം. രണ്ടാമത് നമുക്കൊരു വിഷൻ ഉണ്ടാവണം, നമുക്കൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടാവണം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അക്ഷീണം പ്രയത്നിക്കാനൊരു മനസ്സും ഉണ്ടാവണം. അപ്പോൾ ഈ ഹാർഡ് വർക്കും ഒരു ലക്ഷ്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഓൺട്രപ്രണർ ആവുക എന്നുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ നടക്കുകയുള്ളൂ. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തത ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടുള്ള സ്വന്തമായിട്ട് നമുക്കുള്ള കുറവുകളെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ആ കുറവുകളെ ഇല്ലാതാക്കാനുള്ള മികച്ച കൂട്ടുകെട്ടുകളിൽ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഓൺട്രപ്രണർക്ക് കൊണ്ട് അടുത്ത ഗുണം. ആസറ്റ് ഹോംസ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 34 പ്രോജക്റ്റിന് ലാൻഡ് വാങ്ങിക്കാനുള്ള ക്യാപിറ്റലൊന്നുമായിട്ടുള്ള ആസറ്റ് ഹോംസ് മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ കുറവെന്താണ്? ഞങ്ങളുടെ ക്യാപിറ്റലില്ലായ്മയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലാൻഡുകളുടെ കുറവാണ്. അപ്പോൾ ആസറ്റ് ഹോംസ് കണ്ടുപിടിച്ച മാർഗം ജോയിൻറ്റ് വെഞ്ചർ ഡെവലപ്മെൻറ്റിലൂടെ ലാൻഡ് സ്വന്തമായിട്ടുള്ള വ്യക്തികളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് നല്ല പാർട്ട്ണർഷിപ്പുകൾ കണ്ടെത്താനുള്ളൊരു കഴിവ്, അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളൊരു മെയ്വഴക്കം, അത് സ്വന്തം ആയിട്ട് മനസ്സിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനുള്ള കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ്, ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഓൺട്രപ്രണർ എന്നുള്ള ലെവലിലേക്ക് എത്തുകയുള്ളൂ. ബാക്കി ഇതിനിടയ്ക്കുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് സെൽഫ് എംപ്ലോയർക്ക് നിൽക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഞങ്ങൾ ഇതിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്ന ആൾ, ഇവരെല്ലാം സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കും. അവരും ഓൺട്രപ്രണർ ലെവലിലേക്ക് വരും. എപ്പോഴാണെന്ന് വെച്ചാൽ when they create jobs. So thank you so much for spending so much time. It's been absolutely inspirational. Really appreciate the time that you've taken out to talk to us. Thank you. So that was Mr. Sunil Kumar, MD of Asset Homes. Hope you're inspired enough. Thank you so much for watching Business Icons. This is Malvika Mohan.